അപ്പൊ കഴിച്ച് നമ്മള് കൊറേ ദിവസമായി മഞ്ഞുള്ള സ്ഥലത്തേക്കൊക്കെ പോകണം തരുന്നു. അപ്പൊ നമ്മള് എമ്മാനൊക്കെ കൂട്ടിയിട്ടായിട്ട് നമ്മള് പോണ്. എമ്മാനൊക്കെ വരവാണ് കഴിച്ച് നമ്മളെ ഹൈലൈറ്റ് മാൾക്കാണ് പോണ്. ഹൈലൈറ്റ് മാൾ എത്തിട്ടോ നമ്മളെ ജിച്ചുട്ടി അതിൽ എല്ലാരും ഉണ്ട്. ഞാൻ ടിക്കറ്റ് എടുക്കണ തിരക്കിലൊക്കെ ആയിരുന്നു. പിന്നെ എല്ലാവർക്കും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഇക്കൂടി ഇങ്ങനെ നടന്നു. പിന്നെ നമ്മളെ മാവേലിയപ്പനുണ്ടോ തുണിയൊക്കെ പിടിച്ചിട്ട് സംസ്കാരം എന്നൊക്കെ പറയുന്നുണ്ട് ഗൈസ്. പിന്നെ ഞങ്ങൾ എസ്കുലേറ്ററിൽ കയറി ഇറങ്ങേണ്ട തിരക്കൊക്കെ ആയിരുന്നു ഞങ്ങളെല്ലാവരും പാടി. അപ്പൊ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന ടൈം വേസ്റ്റ് ആക്കാനായിട്ട് നമ്മൾ എസ്കുലേറ്ററിൽ കയറിയത് ഒരാൾക്ക് 470 ഉറുപ്പിയുള്ളൂ കേട്ടോ. മഞ്ഞുള്ള സ്ഥലത്ത് കയറും. നല്ല തടുത്തിട്ട് മറച്ചിട്ടാണ് ഇറങ്ങും എല്ലാവരും. അടിപൊളി കിട്ടിയില്ല സാധനമാണ്. ഞങ്ങള് റെഡി ആയി ഇരിക്കുകയാണ്, നല്ല എക്സൈറ്റഡില്ല. അപ്പൊ നമ്മൾ അതിനുള്ളിൽ കയറാൻ തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഡ്രസ്സൊക്കെ എടുക്കണതില് അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചെരുപ്പ് ഊരുണ്ട് കേട്ടോ. ഓലൊരു കീസ തരും, അതിൽ ഊരിട്ടിട്ട് ഓരോരോ ആൾക്കാർ ഇങ്ങനെ വട്ടായി ഇങ്ങനെ നടക്കുക. ചേച്ചി ചെരുപ്പും ഷൂസൊക്കെ തരും കേട്ടോ. അപ്പൊ എന്താട്ടെ നമ്മൾ ഓരോരുത്തരായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കണേ. എമ്മനൊക്കെ ഹിജോണ്ടാണ് പോകണ്ടോ. ലാസ്റ്റാണ് പിന്നെ ഞാൻ ഡീസൻ്റ് ആയതുകൊണ്ട് കേട്ടോ. നിച്ചുട്ടിക്കൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. നിച്ചുട്ടി അന്തമുട്ട വരവാണ്. മറ്റവർക്ക് അവിടെ ഷൂസ് ഇതൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പാക്കാക്കി പോയി. നമ്മൾ പിന്നെ ലാസ്റ്റ് ഞാൻ ഷൂസ് അവിടെ ഇതാക്കിയിട്ടുള്ളൂ. പിന്നെ ഞാനും അങ്ങനെ ഡ്രസ്സ് വാങ്ങി അങ്ങനെ ഞങ്ങൾ പോയിട്ടോ. ഇത് ഡ്രസ്സ് ഇട്ട ചടങ്ങിലാണ് നമ്മൾ ഇട്ടിട്ട് കളാം. നമ്മൾ ഇട്ടോ കേട്ടോ. ഫസ്റ്റത്തേക്ക് ടൈറ്റ് ആയിരുന്നു, പിന്നെ അത് മാറ്റി എടുത്തെടുത്ത് അത് ഇതിൽ കാണിക്കണില്ല. പിന്നെ ആ കാക്കു ഞങ്ങളോട്ടുള്ള ഫ്രണ്ടൊക്കെ ആയിരുന്നു കേട്ടോ. ആളാണ് നമുക്ക് ഡോർ തുറന്നത്. നമുക്ക് കയറി ചെല്ലുമ്പോൾ ഈ വ്യൂ ആണ് കിട്ടുന്നത്. കാശ്മീരുമായിട്ട് തോന്നുന്നുണ്ടോ. ഒരാൾക്ക് 1 മണിക്കൂറാണ് കേട്ടോ. ആ മണിക്കൂർ വരെ നിൽക്കുമ്പോൾ നമ്മൾ ചാവും. എന്തായാലും 1 മണിക്കൂറൊന്നും നമ്മൾ നിൽക്കൂല. അഞ്ചാമത് തണുപ്പ് ഞങ്ങൾ സ്നോ ഒക്കെ വാരിയെറിഞ്ഞ് കളിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് എക്സ്റ്റേറ്റഡ് ആയിട്ട് അവിടെ എപ്പോഴും റിഫൊക്കെ ഉണ്ട്. പിന്നെ അവിടുത്തെ കാഴ്ചകളാണ് കേട്ടോ. ഓരോരോ കളിക്കാനുള്ള സാധനങ്ങളും പാലങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഞങ്ങൾ പാലത്തിൻ്റെ മേലെ കൂടിയൊക്കെ നടന്നു പോയിരുന്നു കേട്ടോ. നല്ല കുലുക്കപ്പാലായിരുന്നു. പിന്നെ ആ മേലത്ത് സ്റ്റോയെ കൂടിയത് കേട്ടോ. ഇത് ആ 20 വലിച്ചോട്ടോ ഇവിടെ ഉദ്വണ്ടി അങ്ങനത്തെ ഒരു വണ്ടിയാണ്. വലിച്ചു കൊണ്ടുപോകാം കേട്ടോ. ആ വണ്ടിപ്പോ അങ്ങോട്ട് വലിച്ചോണ്ടെങ്കിൽ കുറെ കളിച്ചു. അങ്ങനെ കുറെ കളിച്ചിട്ടോ നമ്മള് ഗ്ലൗസ് ഒക്കെ ഊരിട്ട് നോക്കിട്ടോ. പക്ഷെ അവിടെ 1 മിനിറ്റ് പോലും നിൽക്കാൻ പറ്റില്ല. എജാതി തണുപ്പിച്ചിട്ട് കാശ്മീരൊക്കെ പോയ അതേ ഫീല്. വാടകയ്ക്ക് വന്നോളൂ മക്കളെ കോഴിക്കോടുക്ക് നല്ല കാശ്മീർ വൈബിട്ടും. വാടകയ്ക്ക് വന്നോ. നമ്മൾ അതിൻ്റെയൊക്കെ തടുത്തിറങ്ങിട്ട് കാലുകയിലും ശ്വാസമുട്ടെല്ലാം കരുതിട്ടോ. ഉയിപ്പിക്കാനൊക്കെ ഒരാളെ വെച്ചിരുന്നു. ചൂടുള്ളൊക്കെ കൊടുത്ത് സെറ്റാക്കിയതാ. ആൾക്ക് വലിയ ശ്വാസമുട്ടലായിരുന്നു. പിന്നെ എന്ത് ഞങ്ങൾ വണ്ടിയിൽ ഉന്തി വരുമായിരുന്നു കേട്ടോ. ടയറുമ്പോ കരുതിട്ട് ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നു. നല്ല പൊളി വൈബായിരുന്നു ഗൈസ്. ഞാനും എബിമോനും ഞാനും ജിച്ചുട്ടി എല്ലാവരും ഇപ്പൊ കയറി അടിപൊളി ഒരു സ്ഥലം എടുത്തത്. ഇങ്ങനെ പോവാൻ തലേരം പോവും പിന്നെ വരും. ഇത് എപ്പോഴും സ്വത്ത് ഇട്ടത്. അല്ല ഒരു രണ്ടാളും ഇറങ്ങി അവിടെ ചെറുതായിട്ട് സ്ലിപ്പാവും. പിന്നെ പോവും പിന്നെ വരും. അവിടെ ഒരു വെള്ളം ആയിരുന്നു. അവിടെ നല്ല വെഹിക്കലാണ്. ഓല് പിടിച്ചിട്ട് കറക്കി തരും. പക്ഷെ നമ്മൾ സ്വയം ചെയ്യും കേട്ടോ. നമ്മളൊരു കഴിവ് കൊണ്ടുതന്നെയാണ്. ഞാനും എപ്പോഴായിട്ട് ഈ കയറിക്കണ്. ഞങ്ങൾ പിന്നെ ഇറങ്ങി. പിന്നെ അടുത്ത ട്രിപ്പ് മാനേജ് വരുന്നുള്ളൂ. അത് ആരാണെന്ന് നമുക്ക് നോക്കാം. ഇത് ജിച്ചുട്ടി സ്വത്ത് കേട്ടോ. ഇത് ജിച്ചുട്ടി സ്വത്ത്. ഒരാളും പാപ്പടി പെട്ടുകളും ആയിട്ട് നല്ല കെട്ടിപ്പിടിച്ചിട്ട് ചെയ്തിട്ടോ. പിന്നെ ആള് നെയ്സിൽ ഇറക്കി തന്നു. ഞങ്ങൾ ഇറങ്ങി. അവിടെ നല്ല ഇഗ്ലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൂടെ കരുതുള്ളൂ. ഇത് നല്ല സീനെടുത്ത് കഴിച്ചു. സുരിസി അതിന് പഞ്ഞിന്റെ കൂട്ടത്തിൽ ചാടുക. ഞങ്ങളൊക്കെ ഓരോരോ പഞ്ഞൊക്കെ എടുത്ത് നല്ല രസത്തിൽ കളിച്ചിട്ടുണ്ടാവും. പൊളി വൈബെടുത്ത് കഴിച്ചു. ഞാനൊക്കെ തടുത്തിട്ട് കാലൊക്കെ കോച്ചി കാലൊക്കെ ഇഞ്ചേരെ വേറെ ആളാക്കണ്ടത് കേസ്. അജാതി സാരെടുത്തു. പിന്നെ ഞങ്ങള് ഡാൻസ് കളിച്ചു. വണ്ടി പോയി ആ ഇഗ്ലൂൻ്റെ ഉള്ളിൽ കയറിട്ടോ.
ഇഗ്ലൂവിന്റെ ഉള്ളിലത് ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. എന്നിട്ട് ആരാണ് തണുത്ത് വറച്ചിരിക്കണേ? ഈ വലിക്കണ സാധനത്തിൽ നമ്മൾ കയറിയിട്ട് ഒരാൾ വലിക്കണ്ട് ചെയ്യുക. അത് സ്റ്റോലായോണ്ട് പെട്ടെന്ന് പോട്ടത്. ഞങ്ങൾ എപ്പോഴും എല്ലാവരും അടിച്ചു പൊളിരുന്നു. ഞാനും സ്വത്തും കയറി. പിന്നെ അങ്ങനെ ഞങ്ങളിങ്ങനെ ഉന്തുവണ്ടിയിലൊക്കെ ഇരുന്നിങ്ങനെ പോയി പല്ലൊക്കെ ഇങ്ങനെ കോച്ചിട്ടേ ആളപ്പം തന്നെ അടിച്ചു പോയി തരുന്നു. അഞ്ചാതി തണുപ്പായിരുന്നു ഗൈസ്. ഒന്നും മുണ്ടാനൊന്നും വെച്ചില്ല. അഞ്ചാതി തണുപ്പ്. ഐസ് ഞങ്ങൾ വാരി തരണം കേട്ടോ. അഞ്ചാതി ഐസ് ഒക്കെ മഞ്ഞിനുള്ളിലൊക്കെ കഴിഞ്ഞാൽ നല്ല തണുപ്പ്. അത് പിന്നെ ചിച്ചുട്ടിയും സ്വത്തും ഗൗരവം. ഇത് പിന്നെ ഞങ്ങൾ റീൽസ് എടുത്തിട്ടോ. അപ്പൊ നമ്മളെ റീൽസുകളും കാര്യങ്ങളൊക്കെ ഇനിയും വരും കേട്ടോ. നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. ബൈ.